അപ്പോൾ നമ്മുടെ പത്രവിശേഷങ്ങളുമായി ന്യൂസ് ഡയറക്ടർ സനീഷ് ഇളയിടത്ത് ചേരുന്നുണ്ട്. സനീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണെന്ന് പത്രങ്ങളിലെ വിശേഷങ്ങൾ? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ സമ്മേളനകാലം തന്നെയാവും അല്ലേ? നിശ്ചയമായിട്ടും സേതു, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കൊല്ലത്ത് തന്നെയാണ്. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്താണല്ലോ നടക്കുന്നത്. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും CPM-ൻ്റെ സംസ്ഥാന സമ്മേളന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എല്ലാ പത്രങ്ങളുടെയും ഉൾപേജുകളെ ഏറ്റവും കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് CPM-ൻ്റെ സംസ്ഥാന സമ്മേളന വാർത്തകളാണ്. പക്ഷേ നമ്മൾ അത് പരിശോധിക്കുന്നതിന് മുമ്പ് മറ്റു ചില വാർത്തകൾ കൂടെ പരിശോധിച്ചിട്ടാണ് നമുക്ക് തുടങ്ങേണ്ടത്. കുറഞ്ഞ സമയം മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതായത് മന്ത്രി വീണ പറഞ്ഞത് തെറ്റ്, ആശാ വർക്കർമാർക്ക് ഉയർന്ന ഓണറേറിയം നൽകുന്നത് സിക്കിം എന്നൊരു വാർത്ത മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. ഒക്ടോബർ മുതൽ ഓണറേറിയം ഉയർത്തിക്കൊണ്ടുള്ള സിക്കിം സർക്കാർ വിജ്ഞാപനമാണ് തെളിവ് എന്ന് മനോരമ ഈ വാർത്തയിൽ പറയുന്നു. ഇത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ് എന്ന മന്ത്രി വീണ ജോർജിൻ്റെ ആവർത്തിച്ചുള്ള അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്ത് എന്ന് ഈ വാർത്തയിൽ ഫ്രണ്ട് പേജിലെ വാർത്തയിൽ പറയുന്നു. 7000 രൂപ ഓണറേറിയമായി നൽകുമ്പോൾ 2.5 വർഷം മുമ്പ് തന്നെ സിക്കിം സർക്കാർ ഓണറേറിയം 6000 രൂപയിൽ നിന്ന് 10,000 ആക്കി വർദ്ധിപ്പിച്ചിരുന്നു എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. 2022 ഒക്ടോബർ 1 മുതൽ വർധന പ്രാബല്യത്തിലാക്കി സിക്കിം ആരോഗ്യ സെക്രട്ടറി പുറത്തിറക്കിയ വിജ്ഞാപനം ഓൾ സിക്കിം ആശാ വെൽഫെയർ അസോസിയേഷൻ അവരുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് മന്ത്രി വീണ പറഞ്ഞത് തെറ്റ് എന്ന് കൃത്യമായി തന്നെയും മനോരമ പറയുകയാണ്. അത് നമുക്ക് പ്രത്യേകമായിട്ട് തുടക്കത്തിൽ തന്നെ ആ വാർത്ത വായിക്കാൻ കാരണമായത്. പക്ഷേ ഇപ്പോഴും ഈ വാർത്തയെ ഖണ്ഡിച്ചുകൊണ്ടുള്ള പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM പ്രവർത്തകരും അനുഭാവികളും അങ്ങനെ അല്ലാത്ത ആയിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ പറയുന്നുണ്ട്. സിക്കിം സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും രേഖാമൂലം അത് വന്നിട്ടില്ല. ഓണറേറിയമായിട്ട് കിട്ടുന്ന 6000 രൂപ മാത്രമാണ് എന്നതാണ് ഇപ്പോഴും അന്തരീക്ഷത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ മനോരമ വളരെ കണിശമായിട്ട് കർക്കശമായിട്ട് ഉറപ്പിച്ചു തന്നെ പറയുന്നു, വീണ പറഞ്ഞതാണ്, മന്ത്രി വീണ പറഞ്ഞതാണ് തെറ്റ്, ഞങ്ങൾ പറയുന്നതാണ് തെളിവ്, ഞങ്ങൾക്കൊപ്പം ഈ തെളിവുണ്ട് എന്നവർ പറയുന്നു. അത് തുടർ ചർച്ചകൾക്ക് സ്വാഭാവികമായിട്ടും വരും. പിന്നീട് CPM സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ, ഇവിടെ കൊല്ലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്, കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ മനോരമ പത്രമാണല്ലോ സാധാരണഗതിയിൽ രാഷ്ട്രീയമായിട്ട് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തെ ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുന്ന, പണ്ടുകാലം മുതലേ വലിയ തോതിൽ ആഘോഷിച്ചു വരുന്ന, CPM-മാർക്ക് സന്തോഷകരമായ രീതിയിലല്ല പക്ഷേ വളരെ വിശാലമായിട്ടുള്ള കവറേജ് കൊടുക്കുന്ന പത്രം. പിന്നീട് മാധ്യമങ്ങൾ നമ്മളടക്കമുള്ള ടെലിവിഷൻ ചാനലുകളും ന്യൂസ് ചാനലുകളൊക്കെ വന്നപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഇവൻ്റ് ആയതുകൊണ്ട് അതിലേക്ക് മാറി. പക്ഷേ CPM-ൻ്റെ സാധാരണ അണികൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും രോഷം ഉണ്ടാകുന്ന ഒരു കാര്യം, രണ്ടും ചേരും. അത് രണ്ട് വിരുദ്ധമായ വികാരങ്ങളാണ്.